നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഒഴിവ് കാണാനില്ല നിയമനം വല്ലപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടും ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയമനം ഇതുവരെ ഏതാണ്ട് 9% മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു സർക്കാർ വന്നു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് PSC ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നൊരു സർക്കാർ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അവർക്ക് കുറച്ച് സമയം വേണമായിരിക്കാം. എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കണം. LP UP ഉദ്യോഗാർത്ഥികളൊക്കെ ഈ പറയും പോലെ മന്ത്രിമാരുടെ മൂക്കിന്റെ തുമ്പിലിരുന്നാണ് ഈ പറയുന്ന സമരങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും കണ്ടുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അവരുടെ നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് ഓരോ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അവരുടെ നിയമന ശുപാർശ, അവസാന നിയമന ശുപാർശ, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ICDS സൂപ്പർവൈസറിന്റെ റാങ്ക് ലിസ്റ്റിൽ 414 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ KAS തുടർച്ചയോ തളർച്ചയോ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. ആക്ച്വലി റാങ്ക് ലിസ്റ്റ് വന്ന 6 മാസമായിട്ടും ഒറ്റ നിയമനം പോലും ഇല്ല. തസ്തിക നിർണ്ണയിക്കുന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും ഇതുവരെ നിയമനം കിട്ടിയില്ല. അതും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലുള്ള സിവിൽ സർവീസിന്റെ മാതൃകയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന കേരളത്തിലെ ഒരു പരീക്ഷയിലാണ് ഈ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന AS ദേവനാരായണൻ ഇതിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പറയുന്ന ലിസ്റ്റിലോട്ടൊക്കെ ഒരുപാട് പേര് ചെന്നെത്തിയത്. 31 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തസ്തിക നിർണ്ണയിക്കുന്നതിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാത്തത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു പാളിച്ച തന്നെ ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മഴ കാരണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, കായിക പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 105 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. സ്റ്റാഫ് നേഴ്സിന്റെ ഇന്റർവ്യൂ സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട്. 10th ലെവലിന്റെ 3ാം ഘട്ടത്തിലും എഴുതിയത് 57% ആൾക്കാരും 4ാം ഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് 62.55% ആൾക്കാരുമാണ്. 3-4 ഘട്ടം എഴുതാൻ കഴിയാത്തവർക്ക് 22ാം തീയതി ഓഗസ്റ്റ് 22ാം തീയതി വീണ്ടും എന്ത് ചെയ്യും, അവസരം കൊടുക്കുമെന്നാണ് കേരള PSC പറയുന്നത്. 1ാം ഘട്ടം എഴുതിയത് 63.1% ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ മതിയായ കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 22ാം തീയതി പരീക്ഷ എഴുതാം. അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യണേ. കാര്യം അതിനകത്തായിരിക്കും നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ PSC അപ്ഡേറ്റുകളൊക്കെ ഇടുന്നത്. സോ ടെലഗ്രാം എടുത്തിട്ട് KFPSC എന്നൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും. PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ മെയിൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് എന്ന് പറയുമ്പോൾ സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ 3ന്റെയും സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3നും കൂടിയുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഫീ എന്ന് പറയുന്നത് 1999 ആണ്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം മതി, ഇപ്പോൾ SI മാത്രം മതി, എക്സൈസ് ഇൻസ്പെക്ടർ മാത്രം മതി, അസിസ്റ്റന്റ് ജയിലർ മാത്രം മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 799 ജോയിൻ ചെയ്യാൻ പറ്റും. 799 കേട്ടോ. അപ്പോൾ ഓരോന്നിനും 799 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ച് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ ഒരു നമ്പർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ഈ വാട്സപ്പ് നമ്പറിൽ ഏത് ബാച്ചാണ് ആവശ്യം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കോഴ്സ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സ് 2027 എന്ന് പറയുന്ന കമ്പൈൻഡ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കോഴ്സ് ബാച്ച് ആണ് അല്ലെങ്കിൽ ഏത് കോഴ്സ്, അതിപ്പോൾ നമ്മൾ പറയുന്ന IRB മുതൽ നമ്മുടെ അങ്ങേയറ്റം വരുന്ന DYSP വരെയുള്ള എല്ലാ ഫോഴ്സ് ബാച്ചും നമുക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം. ആരോപണങ്ങൾ തള്ളി കേരള PSC. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ PSCയുടെ ഒഫീഷ്യൽ പേജിനകത്ത് ഇതിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 100ൽ കൂടുതൽ പരാതികൾ PSCക്ക് പോകുന്നതും PSC വളരെ വ്യക്തമായിട്ടും വളരെ വിദഗ്ധമായിട്ട് എന്ത് ചെയ്യുന്നു, അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ
എന്തായാലും പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പരാതികൾ അടിസ്ഥാനരഹിതമായി ആണ് എന്നാണ് കേരള PSC പറയുന്നത്. ഏറ്റവും പുതിയ നിയമന നില എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. 5 റാങ്ക് ലിസ്റ്റിൽ നിന്ന് 141 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കണ്ണൂര്, ബിവറേജസ് LD വരുന്നുണ്ട്, കോൺസ്റ്റബിൾ തിരുവനന്തപുരം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകൾ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് പരീക്ഷ നടത്താൻ പോകുന്നത് ഈ മാസം 22-ാം തീയതിയാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്, അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, ക്ലർക്ക് കോഴിക്കോട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മലപ്പുറം, അതുപോലെ തന്നെ ക്ലർക്ക് കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് മക്കളെ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.